പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ആദ്യത്തെ 5 മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ 6ാമത്തെ മോഡൽ മുതൽ 10ാമത്തെ മോഡൽ വരെ ഏകദേശം 5 മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 5 മോഡലും വൃത്തിയായിട്ട് കാണുക. 5 മോഡലും 5 രീതിയിലുള്ളതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് മോഡൽ നോക്കാം. മോഡൽ 6. തൻ്റെ ജോലിയുടെ 1/2 ഭാഗം 5 ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? എ തൻ്റെ ജോലിയുടെ പകുതി ഭാഗം അല്ലെ, അതാണ് 1/2 ഭാഗം എന്ന് പറയുന്നത്. എ തൻ്റെ ജോലിയുടെ 1/2 ഭാഗം 2/1 ഭാഗം, ആ ജോലിയെ 2ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം ചെയ്തു തീർക്കാൻ എടുക്കുന്ന സമയം എത്രയാ? 5 ദിവസമാണ്. 5 ദിവസം അല്ലേ? 5 ദിവസം. ഓക്കെ, 5 ദിവസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, എ തൻ്റെ ജോലിയുടെ പകുതി ചെയ്യാൻ 5 ദിവസം എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ 1/2 ഭാഗം ചെയ്യാൻ 5 ദിവസം എടുക്കുന്നെങ്കിൽ, നമുക്ക് പറയാം എ തൻ്റെ ജോലി മുഴുവനായിട്ടും ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? 10 ദിവസം വേണ്ടി വരും. എത്ര ദിവസം വേണ്ടി വരും? 10 ദിവസം വേണ്ടി വരും അല്ലേ? എ തൻ്റെ ജോലി 1/2 ഭാഗം ചെയ്യാൻ 5 ദിവസം വേണം എന്ന് വെച്ചാൽ 1/2 ഭാഗം എന്ന് വെച്ചാൽ എയുടെ ജോലിയെ നമുക്കിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അതിലൊരു ഭാഗം ചെയ്യാൻ 5 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ മറ്റേ ഭാഗം ചെയ്യാനോ ഇതേപോലെ തന്നെ 5 ദിവസം വേണം. എന്ന് വെച്ചാൽ ടോട്ടൽ ആ ജോലി ചെയ്യാൻ എയ്ക്ക് എത്ര ദിവസം വേണം? 10 ദിവസം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ബിയുടെ കാര്യം നോക്കിയേ. ബി തൻ്റെ ജോലി ചെയ്യാൻ 1/3 ഭാഗം ചെയ്യാൻ, ബി തൻ്റെ ജോലിയുടെ 1/3 ഭാഗം എന്ന് വെച്ചാൽ എന്താ? ഇത് ഇത്രയുമാണ് ബിയുടെ ജോലിയെങ്കിൽ ഇതിനെ ഇങ്ങനെ 3ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഭാഗം ചെയ്യാനുള്ള സമയമാണ് പറയുന്നത്. ഒരു ഭാഗം ചെയ്യാൻ ഏകദേശം 4 ദിവസം എടുക്കും. ഒരു ഭാഗം ചെയ്യാൻ 4 ദിവസം. എയുടെ ജോലി ഇങ്ങനെ 3ആയിട്ട് ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 4 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കുമായിരിക്കും? ഇതേ 4 ദിവസം തന്നെ എടുക്കും. അടുത്ത ഭാഗം ചെയ്യാനും ഇതേ 4 ദിവസം എടുക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്ക് ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ദിവസം എടുക്കും അല്ലേ? 12 ദിവസം എടുക്കും ജോലി മുഴുവനായിട്ടും തീർക്കാൻ. എ പകുതി ജോലി ചെയ്യാൻ 5 ദിവസം എടുക്കുമെന്നെങ്കിൽ മുഴുവൻ ജോലി ചെയ്യാൻ 10 ദിവസം എടുക്കും. അതേപോലെ ബി എന്ന് പറയുന്നത് ജോലിയുടെ 3/1 ഭാഗം ചെയ്യാൻ 4 ദിവസം എടുക്കും. എന്ന് വെച്ചാൽ ജോലിയെ നമുക്ക് മൊത്തം 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗം ചെയ്യാൻ 4 ദിവസം എടുക്കുമെങ്കിൽ ആ മുഴുവൻ ഭാഗം ചെയ്യാൻ എന്ത് ചെയ്യണം? 4 × 3 12 ദിവസം എടുക്കും. 12 ദിവസം എടുക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ജോലി തീർക്കുവാൻ എത്ര ദിവസം എടുക്കും? രണ്ടുപേരും കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ കണ്ടുപിടിച്ചു 10 ദിവസം എടുക്കും ആ ജോലി മുഴുവൻ ചെയ്യാൻ. ബി അതേപോലെ ആ ജോലി മുഴുവനും ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ കണ്ടുപിടിച്ചു 12 ദിവസം എടുക്കും. ഇനി എന്താ? നമുക്ക് ഇക്വേഷൻ അറിയാമല്ലേ? എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? ഇക്വേഷൻ എന്താ? XY ഡിവൈഡഡ് ബൈ X + Y അല്ലേ? XY ഡിവൈഡഡ് ബൈ X + Y. ഇവിടെ X എന്ന് പറയുന്ന 10, Y എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 10 + 12 അല്ലേ? 120 ഡിവൈഡ് ബൈ 22. 120 ഡിവൈഡ് ബൈ 22. നമുക്കതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 120നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ നമുക്ക് ആൻസർ 60 എന്ന് കിട്ടും അല്ലേ? 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 11 കിട്ടും. 11 60 ഡിവൈഡഡ് ബൈ 11 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5/11 എന്നാണ്. 5/11 എന്ന് കിട്ടും. അതായത് 5.45 ഡേയ്സ് കിട്ടും. 5.45 ദിവസം. ഓക്കെ, അപ്പോൾ എയും ബിയും കൂടെ ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5.45 ദിവസം എടുക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്? ആദ്യം എ തൻ്റെ മുഴുവൻ ജോലിയും ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിക്കുക. ബി തൻ്റെ ജോലി മുഴുവൻ ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം മോഡൽ 1 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എങ്ങനെ? 2 രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് തീർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. മോഡൽ 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ തൻ്റെ ജോലിയുടെ 1/4 ഭാഗം 2.5 ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ
1/2 ഭാഗം 4 ദിവസം കൊണ്ടും പൂർത്തിയാകുമെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ പൂർത്തിയാക്കും നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? എ തൻ്റെ ജോലിയുടെ 4/1 ഭാഗം അല്ലേ 4/1 ഭാഗം തീർക്കാൻ എത്ര ദിവസം എടുക്കും? 2.5 ദിവസം എടുക്കും. 4/1 ഭാഗം തീർക്കാൻ 2.5 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ജോലി മുഴുവനായിട്ട് എ തീർക്കാൻ എത്ര ദിവസം എടുക്കും? എന്താ പറഞ്ഞിരിക്കുന്നത്? എ തൻ്റെ ജോലി ഇതാണ് എയുടെ ജോലിയെങ്കിൽ അതിൻ്റെ 4/1 ഭാഗമെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ജോലിയെ ഇങ്ങനെ 4ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഭാഗം ചെയ്യാൻ 2.5 ദിവസം എടുക്കും. അതിലൊരു ഭാഗം ചെയ്യാൻ 2.5 ദിവസം എടുക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 2.5 ദിവസം. അതേപോലെ ഈ ഭാഗം ചെയ്യാൻ 2.5 ദിവസം എടുക്കും. ഇത് ചെയ്യാൻ 2.5 ദിവസം എടുക്കും. എന്ന് വെച്ചാൽ ടോട്ടൽ ഈ ജോലി മുഴുവനായിട്ടും ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? 2.5 × 4 അല്ലേ? 2.5 × 4 2.5 × 4 എത്ര കിട്ടും നമുക്ക്? 10 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 10 എന്ന് കിട്ടും. 10 ദിവസം എടുക്കും. എന്ത്? എക്ക് ഈ ജോലി മുഴുവനായിട്ടും ചെയ്യാൻ 10 ദിവസം എടുക്കും. ഇനി ബിയുടെ കേസ് നോക്കാം. ബിയുടെ കേസ് നോക്കിയേ. ബി 1/2 ഭാഗം ചെയ്യാൻ 4 ദിവസം എടുക്കും. 4 ദിവസം 1/2 ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാലോ ഒരു ജോലിയുടെ പകുതി ചെയ്യാൻ 4 ദിവസം എടുക്കുമെങ്കിൽ ആ ജോലി മുഴുവനായിട്ടും ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 8 ദിവസം എടുക്കും അല്ലേ? 8 ദിവസം എടുക്കും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇക്വേഷൻ എന്താ? XY / X + Y അല്ലേ? XY / X + Y. എക്സ് എന്ന് പറയുന്ന 10 × 8 ഡിവൈഡഡ് ബൈ 10 + 8 80 ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടും. 80 ഡിവൈഡ് ബൈ 18 ആൻസർ 4/9 എന്ന ആൻസർ കിട്ടും. 4/9 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? 4/9 ഡേയ്സ് എടുക്കും എയും ബിയും കൂടെ ചേർന്നാൽ ആ ജോലി ചെയ്യാൻ. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് ഫസ്റ്റ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലായോ? ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോവാം. ഇതേ നോക്കിയേ. അടുത്ത മോഡൽ ഒരു ജോലി 12 ദിവസം കൊണ്ടും ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. 330 രൂപ കൂലിയായി ലഭിച്ചെങ്കിൽ എക്ക് കിട്ടുന്ന വിഹിതം എന്ത്? മനസ്സിലായോ പറഞ്ഞത്? ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കുന്നു. ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കുന്നു. അതേ ജോലി ബി തീർക്കാൻ 10 ദിവസം എടുക്കുന്നു. 10 ദിവസം എടുത്ത് ബി ആ ജോലി ചെയ്യുന്നു. ഇനി എന്താ പറയുന്നത്? 330 രൂപ കൂലിയായി ലഭിച്ചെങ്കിൽ എക്ക് കിട്ടുന്ന വിഹിതം. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ 330 രൂപയാണ് കൂലി കിട്ടിയെങ്കിൽ 330 രൂപയാണ് രണ്ടുപേർക്കും കൂടെ കൂലി കിട്ടിയെങ്കിൽ അതിൽ എയുടെ വിഹിതം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയുടെ വിഹിതം എന്ത് എന്ന് വെച്ചാൽ എക്ക് കിട്ടുന്ന കാശ് എന്ത്? ഓക്കെ, നോക്കിക്കോ. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടി നോക്കിക്കോ. എന്താ പറഞ്ഞേക്കുന്നത്? എയും ബിയും അല്ലേ? എ ബി. ആദ്യം ഇവർ തമ്മിലുള്ള ലാഭവിഹിതം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ലാഭവിഹിതം. ഇവർ തമ്മിലുള്ള ലാഭവിഹിതം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ലാഭവിഹിതം കാണാൻ എന്ത് ചെയ്യണമെന്നറിയോ? A/B എന്നെടുക്കുക. A/B. എയും ബിയും തമ്മിലുള്ള ലാഭവിഹിതം എന്ന് പറയുന്നത് A/B എന്ന് പറയുന്നത് നോക്കിയേ. A/B അല്ലേ? എ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എയുടെ അവിടെ ബിയുടെ വാല്യൂ എഴുതുക. എക്ക് അവിടെ എന്ത് കൊടുക്കുക? ബിയുടെ വാല്യൂ കൊടുക്കുക. അതായത് 10:2. അതേപോലെ ബിയുടെ അവിടെ ആരുടെ വാല്യൂ കൊടുക്കുക? എയുടെ വാല്യൂ കൊടുക്കുക 12. എന്താ പറഞ്ഞാൽ ലാഭവിഹിതം ആദ്യം എഴുതുക. ലാഭവിഹിതം എഴുതാൻ എന്ത് ചെയ്താൽ മതി? എയുടെയും ബിയുടെയും വാല്യൂസ് തമ്മിൽ പരസ്പരം മാറ്റി എഴുതുക. എന്ന് വെച്ചാൽ A/B നമുക്ക് 10:12 എന്ന് എഴുതാം. 10:12. ഈ 10:12 നമുക്കൊന്ന് ചെറുതാക്കി എഴുതാം. രണ്ടിനെയും 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ 5:6 എന്നുള്ളതാണ് ലാഭവിഹിതം. എയുടെയും ബിയുടെയും ലാഭവിഹിതം 5:6. എങ്ങനെ കിട്ടിയത്? എയുടെയും ബിയുടെയും ജോലി ചെയ്യുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ എഴുതി 10:12. അതിനുശേഷം അത് ചെറുതാക്കി എഴുതി 5:6. ഓക്കെ, ഇത്ര എഴുതി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 330 രൂപയാണ്. 330 രൂപയാണ് ആകെ അവർക്ക് ലഭിച്ച കൂലി. അതിൽ എയുടെ വിഹിതമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതാണ് എയും ബിയും തമ്മിലുള്ള ലാഭവിഹിതം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയുടെ വിഹിതം എന്ന് പറയുന്നത്, എയുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് 6+5. 6+5 എത്രയാ? 11. 11ൽ 5 ഭാഗം 11ൽ ആരുടെ
എ അല്ലേ പറഞ്ഞിരിക്കുന്നത്, എ അല്ലേ ആദ്യം കിടക്കുന്നത്. അതായത് 5 എന്ന് പറയുന്നത് എയുടെ വിഹിതമാണ്. അതായത് 6 + 5 11. 5/11 എന്ന് പറയുന്നത് എയുടെ വിഹിതമാണ്. അല്ലെങ്കിൽ 11ൽ 5 എന്ന് പറയുന്നത് എയുടെ വിഹിതവും ബിയുടെ വിഹിതം എന്ന് പറയുന്നത് 6/11 ആയിരിക്കും. മനസ്സിലായോ? 5 + 6 അതാണ് ഇവിടുത്തെ 11 എന്ന് പറയുന്നത്, ഈ ഡിനോമിനേറ്ററായിട്ട് വരുന്ന 11. ഈ 11ൽ 5 ഭാഗം എയ്ക്കും 5 ഭാഗം എയ്ക്കും 6 ഭാഗം ബിക്കും ഉള്ളതാണ്. 11ൽ 5 ഭാഗം എയ്ക്കും 6 ഭാഗം ബിക്കും ഉള്ളതാണ്. ഓക്കെ, നമ്മളിത് അംശബന്ധത്തിനകത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ അംശബന്ധം എന്ന ടോപ്പിക്ക് കൂടി കാണുക. ഓക്കെ, അപ്പോൾ A/Bയെ നമുക്ക് ഇങ്ങനെ എഴുതി, ലാഭവിഹിതം എഴുതി. എന്നിട്ട് ഈ എയുടെ പാർട്ടെന്ന് പറയുന്നത് 5/11 ആണ്, ബിയുടെ പാർട്ടെന്ന് പറയുന്നത് 6/11 ആണ്. നമുക്ക് ആരുടെ ലാഭവിഹിതമാണ് കാണേണ്ടത്? എയുടെ ലാഭവിഹിതമാണ് കാണേണ്ടത്. കൊണ്ട് 330 ഇൻറ്റു 330ൽ എയുടെ ലാഭവിഹിതം കാണണം. അതുകൊണ്ട് 330 ഇൻറ്റു എയുടെ ലാഭവിഹിതമായ 5/11 ചെയ്ത് നോക്കുക. 5/11, 11ഉം 33ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 3 എന്ന് കിട്ടും. അത് 0 ഇട്ട് കൊടുത്തു. 30 30 × 5 150. 30 × 5 150. ഓപ്ഷൻ ബി. ഓക്കെ ആണോ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, എന്താ ചെയ്തത്? ആദ്യം എ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് എഴുതുക, ബി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് എഴുതുക. ഇത് തമ്മിലുള്ള ലാഭവിഹിതം കാണാൻ A/B എടുക്കുക. A/B എടുക്കാൻ ചെയ്യേണ്ടത് എന്താ? ഇവരുടെ വാല്യൂസ് തമ്മിൽ എയുടെ വാല്യൂ 12ഉം 10ഉം ബിയുടേത് 10ഉമായിരുന്നു. എന്ത് ചെയ്തു? അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അതായിട്ട് എയ്ക്ക് 10 എന്നും കൊടുത്തു, ബിക്ക് 12 എന്നും കൊടുത്തു. ഇനി അതിനെ നമ്മൾ ചെറുതാക്കി എഴുതി 5:6. അതായത് 11ൽ 5 ഭാഗം എയ്ക്കും 11ൽ 6 ഭാഗം ബിക്കും ഉള്ളതാണ്. ഓക്കെ ആണോ? ഇനി 330 രൂപയാണ് കൂലി ലഭിച്ചത് രണ്ടുപേർക്കും കൂടെ. അതിൽ 11ൽ 5 ഭാഗം മാർക്കുള്ളതാണ്, എയ്ക്കുള്ളതാണ്. അതുകൊണ്ട് 330 ഇൻറ്റു 5/11 നമ്മൾ ചെയ്തു. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്ത് പൂർത്തിയാക്കി. 500 രൂപ കൂലി കൊടുത്തു. 500 രൂപ കൂലി ലഭിച്ചെങ്കിൽ ബിയുടെ വിഹിതം എന്ത്? എങ്ങനെ എഴുതാൻ ആദ്യം നമ്മൾ പറഞ്ഞേ? ആദ്യം A/B എഴുതുക. A/B എങ്ങനെ A/B എഴുതുന്നത്? എയുടെ അവിടെ ബിയുടെ വാല്യൂ കൊടുക്കുക, 15 എന്ന് കൊടുക്കുക. ഇനി ബിയുടെ ഭാഗത്ത് ആരുടെ വാല്യൂ കൊടുക്കണം? എയുടെ വാല്യൂ കൊടുക്കണം, 15:10. ഓക്കെ, ഇനി ഇതിനെ ചെറുതാക്കണം അല്ലേ? നോക്കി, ഇവിടെ കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും? 15ഉം 10ഉം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. നമ്മുടെ വിഹിതം 3:2 എന്നായി. അതിൽ എയ്ക്ക് കിട്ടുന്ന ലാഭവിഹിതം എത്ര? എയ്ക്ക് കിട്ടുന്ന ലാഭവിഹിതം എന്ന് പറയുന്നത് എത്രയാ? 3/3 + 2 5. ഓക്കെ, ഇനി ബിക്ക് കിട്ടുന്നതോ? ബിക്ക് കിട്ടുന്നത് ബിയുടെ വാല്യൂ 2 അല്ലേ? 2/5. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി എന്താ പറഞ്ഞത്? 500 രൂപയിൽ ബിയുടെ വിഹിതമാണ് ചോദിച്ചേക്കുന്നത്. 500 രൂപയിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? 500 ഇൻറ്റു ബിയുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് 2/5 ആണ് അല്ലേ? 2/5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 200 എന്ന് കിട്ടും. 200 രൂപ ബിക്കുള്ളതാണ്. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? 2 മോഡൽ മനസ്സിലായല്ലോ. അടുത്ത മൂന്നാമത്തെ മോഡലിലേക്ക്, മോഡൽ 8 നോക്കാം. ഒരു പട്ടാള ക്യാമ്പിലെ 2000 പേർക്ക് 30 ദിവസത്തെ ആഹാരമുണ്ട്. 10 ദിവസത്തിന് ശേഷം 500 പേർ കൂടി വരികയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആഹാരം തീരും? ഇതേ കണക്ക് നമ്മൾ എവിടെ ചെയ്തു? അംശബന്ധം അനുപാതത്തിനകത്തിൽ അനുപാതവും എന്ന ടോപ്പിക്കിനകത്തിൽ നമ്മൾ അനുപാതത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റാണ്. ഓക്കെ, ഇവിടെ നോക്കി. ഒരു പട്ടാള ക്യാമ്പിൽ 2000 പേർക്ക് 30 ദിവസത്തെ ആഹാരമുണ്ട്. 2000 പേർക്ക് 30 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 10 ദിവസത്തിന് ശേഷം എന്ന് വെച്ചാൽ ഈ 30 ദിവസത്തിലെ 10 ദിവസത്തിന് ശേഷം എന്ന് വെച്ചാൽ 30ൽ നിന്നും 10 പോയാൽ ബാക്കി എത്ര? 20 അല്ലേ? അങ്ങനെ 20 ദിവസം എന്ന് വെച്ചാൽ 2000 പേർക്ക് 20 ദിവസത്തേക്കും കൂടെ ഉള്ള ഫുഡുള്ള സമയത്ത്, പറഞ്ഞ് മനസ്സിലായോ? ആദ്യം എന്താ പറഞ്ഞത്? 2000 പേർക്ക് 30 ദിവസത്തെ ആഹാരമുണ്ട്.
ഓക്കെ, അത് 10 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 30-ൽ നിന്ന് 10 ദിവസം കഴിഞ്ഞാൽ ബാക്കി 20 ദിവസം, അതായത് 2000 പേർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡുള്ള സമയത്ത് 2000 പേർക്ക് 20 ദിവസത്തെ ഫുഡുള്ള സമയത്ത് ഇത്രയും ഓക്കെയാണോ? അങ്ങനെ ഉള്ള സമയത്ത് 500 പേർ കൂടി വരികയാണ്. 500 പേര് എന്ന് വെച്ചാൽ ഈ 2000-ൻ്റെ കൂടെ അത്രയും കൂടെ വരുന്നു, 500 കൂടെ കൂടുന്നു. അങ്ങനെ വെച്ചാൽ മൊത്തം ആളുകൾ എത്രയായി? 2500 ആയി. മുഴുവനും ആളുകൾ എത്രയായി? 2500. ഈ 2500 പേർക്ക് ഈ 20 ദിവസത്തെ ഫുഡ് എത്ര ദിവസം കൊണ്ട് മുഴുക്കും? മനസ്സിലായോ? ഓക്കെ, 2000 പേര് ഇപ്പം നിലവിൽ ആദ്യമേ 2000 പേർക്ക് 30 ദിവസത്തെ ഫുഡ് ഉണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ 2000 പേർക്ക് 20 ദിവസത്തെ ഫുഡേ ഉള്ളൂ. 2000 പട്ടാളക്കാർക്ക് പട്ടാള ക്യാമ്പിൽ 20 ദിവസത്തെ ഫുഡേ ഉള്ളൂ. അപ്പോഴാണ് 500 പേര് വരുന്നത്. 2500 അല്ലേ? 500 പേരും കൂടെ എക്സ്ട്രാ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ 20 ദിവസം 2000 പേർക്ക് 20 ദിവസം വിളമ്പാൻ വെച്ചിരുന്ന ഭക്ഷണം എന്ത് ചെയ്യും? 500 പേർക്ക് കൂടി കൊടുക്കണമല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ 20 ദിവസത്തേക്ക് മുഴുക്കത്തില്ല. മൊത്തത്തിൽ 2500 പേരാകുമ്പോൾ 500 പേര് എക്സ്ട്രാ ആകുമ്പോൾ 20 ദിവസത്തേക്ക് മുഴുക്കില്ല അല്ലേ? അപ്പോൾ ഇതിലും കുറയും. 20 ദിവസം എന്നുള്ളത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. 15-ഓ 10-ഓ ദിവസത്തിലേക്ക് എന്ത് ചെയ്യും? ഫുഡിൻ്റെ അളവ് കുറയും. ഓക്കെ, ഫുഡ് നേരത്തെ തീരും. ഇതാണ് പറഞ്ഞത്. നോക്കിയേ, 2000-ൽ നിന്നും 2500-ലേക്ക് ഇത് ഇൻക്രീസ് ചെയ്തു. 2000 ആളുള്ളത് ഇപ്പോൾ എത്രയായി? 2500 ഇൻക്രീസ് ചെയ്തു. മറ്റേ സൈഡോ മറു സൈഡോ 20 ദിവസത്തെ ഫുഡ് ഉണ്ടായിരുന്നു 2000 പേർക്ക്. അപ്പോഴാണ് 2500 പേര് വന്നത്. അപ്പോൾ എന്തായാലും 20 ദിവസത്തേക്ക് മുഴുക്കില്ല, അതിലും കുറഞ്ഞൊരു ദിവസത്തേക്കായിരിക്കും അത് മാറുന്നത്. എന്ന് വെച്ചാൽ 20 എന്നുള്ളത് കുറയും അല്ലേ? 20 എന്നുള്ളത് എന്ത് ചെയ്യും? കുറയും. നോക്കിയേ, ഒരു സൈഡ് കൂടുകയും മറു സൈഡ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഏത് പ്രൊപ്പോർഷനിൽ വരും? ഇത് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ. നമുക്ക് 2 പ്രൊപ്പോർഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. ഒന്ന് ഡയറക്റ്റ് പ്രൊപ്പോർഷനും മറ്റൊന്ന് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനും. ഇവിടെ ഒരു സൈഡ് കൂടുകയും മറു സൈഡ് കുറയുകയും ചെയ്താൽ അത് ഏത് പ്രൊപ്പോർഷൻ ആയിരിക്കും? ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് കൊടുത്തിട്ട് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ചെയ്യുന്ന രീതി എങ്ങനെയായിരുന്നു? ദേ ഒന്നുമില്ല, സിമ്പിൾ. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആകുമ്പോൾ ദേ ഇങ്ങനെ നേരെ അങ്ങ് ഗുണിക്കുക. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഗുണിക്കുക. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ഗുണിക്കുക. ഇപ്പം 2000 ഇൻറ്റു 20 എന്ന് എങ്ങനെ എഴുതും? 2020 കൊണ്ട് അങ്ങ് ഗുണിക്കും. ഈക്വൽ ടു 2500-നെ എക്സ് കൊണ്ടും അങ്ങ് ഗുണിക്കും. 2500-നെ എക്സ് കൊണ്ടും ഗുണിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 2000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 2500. 2000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 2500. 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 25ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു അല്ലേ? 5 കൊണ്ട് ഇവിടെ 5 എന്ന് കിട്ടും, ഇവിടെ 4 എന്ന് കിട്ടും, ഇവിടെ 4 എന്ന് കിട്ടും. ഇനി ഈ 5ഉം ഈ 20ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. എത്ര മേളി? 4 കിട്ടും. 4 ഇൻറ്റു 4 16. 4 ഇൻറ്റു 4 16. ഓക്കെ, കണ്ടോ? 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 പേര് കൂടി എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ 20 ദിവസത്തെ ആഹാരം എന്ത് ചെയ്യും? 16 ദിവസം കൊണ്ട് തീരും. 16 ദിവസം കൊണ്ട് തീരും. പറഞ്ഞു മനസ്സിലായോ? ഇത് നമ്മളെവിടെ ചെയ്ത? പ്രൊപ്പോർഷനിനകത്ത് ചെയ്തതാണ്. അതുകൊണ്ട് ഇക്വേഷൻസ് ഒന്നുമില്ല. പ്രൊപ്പോർഷനിൽ ചെയ്ത അതേ ഇക്വേഷൻസ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണക്ക് ചെയ്യാം. അടുത്തത് നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പട്ടാള ക്യാമ്പിൽ 300 പേർക്ക് 15 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 300 പേർക്ക് 15 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 7 ദിവസത്തിന് ശേഷം എന്ന് വെച്ചാൽ 15-ൽ നിന്ന് 7 പോയി അല്ലേ? 7 ദിവസത്തിന് ശേഷം എത്രയായി? 8. ഓക്കെ, അപ്പോൾ 300 പേർക്ക് 8 ദിവസമുള്ള ആഹാരമുള്ള സമയത്ത് 300 പേർക്ക് 8 ദിവസത്തേക്ക് ആഹാരമുള്ള സമയത്ത് 100 പേർ ക്യാമ്പ് വിട്ടുപോയി. 100 പേരെന്ത് ചെയ്തു? ക്യാമ്പിൽ നിന്ന് പോയി. എന്ന് വെച്ചാൽ 300 പേരിൽ നിന്ന് 100 പേരങ്ങ് പോയി. 300 പേരിൽ നിന്ന് 100 പോയാൽ ബാക്കി എത്ര പേരുണ്ട് അവിടെ? 200 പേര് അല്ലേ? ആ 100 പേര് ക്യാമ്പ് വിട്ടു പോയെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആഹാരം തീരും? മനസ്സിലായോ? പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. 300 പേർക്ക് 8 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 300 പേർക്ക് 8 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. അപ്പോഴാണ് 100 പേര് ക്യാമ്പ് വിട്ടു പോയത്. 100 പേര് 300-ൽ നിന്നും 100 പേരങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 200 പേര് അല്ലേ? ആളുകളുടെ എണ്ണം കുറഞ്ഞു. ആളുകളുടെ എണ്ണം എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ 8 ദിവസത്തെ ആഹാരം എന്ത് ചെയ്യും? വീണ്ടും അധികം വരും അല്ലേ? 9 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ കൂടുതൽ വരും. കാരണം എന്താ? ഈ 100 പേരങ്ങ് പോയി. നേരത്തെ 300 പേരുണ്ടായിരുന്നപ്പോൾ 8 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ആഹാരം 100 പേര് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് കൂടുതൽ ദിവസത്തേക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇവിടെ എണ്ണം കുറഞ്ഞതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യാം? കൂടും. അപ്പോൾ ഒരു സൈഡ് കൂടുകയും ഒരു സൈഡ് കുറയുകയും ചെയ്താൽ അത് ഏത് പ്രൊപ്പോർഷനായി? ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനായി അല്ലേ? ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ചെയ്യാൻ
എങ്ങനെ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ചെയ്യുന്നത് അല്ലേ? ഡയറക്റ്റ് അങ്ങ് ഗുണിച്ച് നോക്കുക. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഡയറക്റ്റ് ഗുണിച്ച് നോക്കുക. അങ്ങനെ പഠിക്കുക കേട്ടോ. 300 × 8 300 × 8 300 × 8 ഈക്വൽ ടു 200 × x 200 × x. അതിൽ നിന്ന് നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. x ഈക്വൽ ടു 300 × 8 300 × 8 ഡിവൈഡ് ബൈ 200. 300 × 8 ഡിവൈഡ് ബൈ 200. 2 0 2 0 ക്യാൻസൽ ചെയ്ത് പോയി. എന്ത് ചെയ്യണം? 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുക. 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് മേളിൽ 4 എന്ന് കിട്ടും. 3 × 4 12. 3 × 4 12. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പം 8 ദിവസത്തെ ആഹാരം എന്ത് ചെയ്യാം? അവർക്ക് 12 ദിവസം വരെ ഉപയോഗിക്കാം. 12 ദിവസം വരെ ഉപയോഗിക്കാം. പറഞ്ഞ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ 9. ഓക്കെ, 3 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം. 3 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം. 2 ദിവസത്തെ പണിക്ക് ശേഷം 3 പേർ കൂടി വന്നു. 2 ദിവസത്തെ പണിക്ക് ശേഷം എത്ര പേർ കൂടി വന്നു? 3 പേർ കൂടി വന്നു. എന്നാൽ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? നോക്കി, ഈ മോഡലെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്ക് നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടോപ്പിക്കും കൂടെ കിട്ടും. ടൈം ആൻഡ് വർക്കും എന്ന ടോപ്പിക്കും കൂടെ കിട്ടും. പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്ക് കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിക്കുക. നമ്മൾ വൃത്തിയായിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്ക്. ഓക്കെ, ഇവിടെ നോക്കിയേ, 3 പുരുഷന്മാർ എത്ര ദിവസം വേണം ഒരു ജോലി ചെയ്ത് തീർക്കാൻ? 6 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും. 3 പുരുഷന്മാർ 6 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും. 2 ദിവസത്തെ പണിക്ക് ശേഷം, അപ്പോൾ മൊത്തം 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരു പണി. ഓക്കെ ആണോ? 2 ദിവസത്തെ പണിക്ക് ശേഷം എന്ന് വെച്ചാൽ ഈ മൊത്തം 6 ദിവസം ചെയ്യേണ്ട ജോലിയിൽ നിന്ന് 2 ദിവസത്തെ പണി ചെയ്തു. ബാക്കി എത്ര ദിവസമുണ്ട്? ബാക്കി 4 ദിവസം. അതായത് 3 പുരുഷന്മാർ 4 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി അവിടെ എത്തി നമ്മളല്ലേ. ആദ്യം എന്താ പറഞ്ഞാൽ? 3 പുരുഷന്മാർ ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം. അതിൽ 2 ദിവസത്തെ പണിക്ക് ശേഷം, മൊത്തം 6 ദിവസം വേണം. അതിൽ 2 ദിവസത്തെ പണിക്ക് ശേഷം എന്ന് വെച്ചാൽ 2 ദിവസം പണിഞ്ഞു. ബാക്കി എത്ര ദിവസം കൂടെ ഉണ്ട്? ഇനി 4 ദിവസം കൂടെ ഉണ്ട് അല്ലേ. മൊത്തം 6 ദിവസമായിരുന്നു. അതിൽ 2 ദിവസം എന്ത് ചെയ്തു? നമ്മൾ ജോലി ചെയ്തു. ബാക്കി എത്ര ദിവസം ഉണ്ട്? ബാക്കി അവശേഷിക്കുന്ന 4 ദിവസം. ഈ 4 ദിവസത്തെ 3 പുരുഷന്മാർ 4 ദിവസം ചെയ്യേണ്ട ജോലിക്ക് 3 പേർ കൂടി വന്നു. 2 ദിവസത്തിന് ശേഷം, 2 ദിവസത്തെ പണിക്ക് ശേഷം 3 പേർ കൂടി വന്നു. അതായത് വീണ്ടും ഇവിടെ ആളിൻ്റെ എണ്ണം കൂടി, 3 പേർ കൂടി വന്നു. 3 പേർ കൂടി വന്നപ്പോൾ 3 എന്നുള്ളത് എത്ര പേരായി? 6 പേരായി. അങ്ങനെയാണെങ്കിൽ ഈ 3 പേർ 4 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി എന്ത് ചെയ്യും? നേരത്തെ ജോലി തീരും അല്ലേ. 3 പേർ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് 4 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി വീണ്ടും 3 പേർ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യും? എളുപ്പം ജോലി തീരും. പറഞ്ഞു നോക്കിയേ, 3 ആൾക്കാർ 4 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി വീണ്ടും ഒരു 3 ആൾക്കാർ വന്നു. അപ്പോൾ ആൾക്കാരുടെ എണ്ണം എന്തായി? 3ൽ നിന്നും 6 ആയി. അന്നേരം നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യാം? 4 എന്നുള്ളത് എന്താവും? കുറയും അല്ലേ. 3 ആൾക്കാർ 4 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി ആളുകളുടെ എണ്ണം കൂടിയാൽ ദിവസം എന്ത് ചെയ്യും? കുറയും. നമുക്കതറിയാം. അതായത് ഇവിടെ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇവിടെ എന്തായും? ഡിക്രീസ് ആവും. അപ്പോൾ ഇത് ഏത് പ്രൊപ്പോർഷനിലായി? ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനായി. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റായിട്ട് ഗുണിക്കുക. 3 × 4 ഈക്വൽ ടു 6 × x. അതായത് എക്സ് കാണാൻ എന്ത് ചെയ്യണം? 3 × 4 ഡിവൈഡ് ബൈ 6 അല്ലേ. 6ഉം 3ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എന്ന് കിട്ടും. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ മേളിൽ 2 കിട്ടും അല്ലേ. ആൻസർ എത്ര കിട്ടും? 2. 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? തീരും. 2 ദിവസം കൊണ്ട് തീരും. പറഞ്ഞ മനസ്സിലായോ? ചെയ്ത മനസ്സിലായോ? എന്താ പറഞ്ഞാൽ 3 പുരുഷന്മാർ ഒരു ജോലി ചെയ്യാൻ 6 ദിവസം എടുക്കും. 3 പുരുഷന്മാർ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 6 ദിവസം എടുക്കും. അതിൽ 2 ദിവസത്തെ പണിക്ക് ശേഷം 2 ദിവസം ഓൾറെഡി അതിൽ നിന്നും പോയി. ബാക്കി എത്ര ദിവസം ഉണ്ട്? 4 ദിവസം അല്ലേ. 3 പേർ ജോലി ചെയ്താൽ 4 ദിവസം കൊണ്ട് ആ പണി തീരും. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും 3 പേർ കൂടി വന്നു അല്ലേ. അതായത് നമ്പർ ഓഫ് പീപ്പിൾസ് 3ൽ നിന്നും 6ലേക്ക് വന്നു. അപ്പോൾ നമുക്കറിയാം ചെയ്ത് തീർക്കേണ്ട ജോലി എന്ന് വെച്ചാൽ ചെയ്ത് തീരേണ്ട ദിവസം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? കണക്ക് ചെയ്തു അല്ലേ. ഇനി ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലാതെ ഇനി നമുക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. M1D1 ഈക്വൽ ടു M2D2 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. M1D1 ഈക്വൽ ടു M2D2 എന്ന് ഇതിന് മുമ്പുള്ള
വീഡിയോസിൽ ഏതൊരു മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഇക്വേഷനാണ് M1D1 = M2D2. അത് ഇക്വേഷൻ വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ രണ്ട് രീതി നമുക്കിത് ചെയ്യാം. ഇനി മൂന്നാമത്തെ രീതി, ഒരു ക്വസ്റ്റ്യൻ എത്ര രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ രീതി നോക്കിയേ, ഇവിടെ 3 എന്നുള്ളത് നമുക്ക് എന്തായി, 6 ആയി, ഇരട്ടിച്ചു. 3 എന്നുള്ളത് 6 പേരായി, ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 4 ദിവസം കൊണ്ട് തീരേണ്ട ജോലി പകുതി ദിവസം കൊണ്ട് തീരും അല്ലേ? കോമൺ സെൻസ്. എന്താ പറഞ്ഞേക്കുന്നത്, ആളുകളുടെ എണ്ണം ഇരട്ടിച്ചു. 3 എന്നുള്ളത് 6 പേരായെങ്കിൽ നമുക്കറിയാം 4 ദിവസം കൊണ്ട് തീരേണ്ട ജോലി എത്ര ദിവസം കൊണ്ട് തീരും, 2 ദിവസം കൊണ്ട് തീരും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയേ, 4 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 9 ദിവസം വേണം. 4 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 9 ദിവസം വേണം. 4 ദിവസത്തെ പണിക്ക് ശേഷം ഈ 9 ദിവസം ചെയ്ത് തീർക്കേണ്ട ജോലിയിൽ നിന്നും 4 ദിവസത്തിന് ശേഷം, അതായത് ബാക്കി 5 ദിവസം അല്ലേ, 4 പേര് ചേർന്ന് കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് തീരുന്നൊരു പണി, 4 പേർ ചേർന്ന് കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് തീരുന്നൊരു പണി ഒരാൾ കൂടി വന്നു. ഈ 4ൻ്റെ കൂടെ ഒരാൾ കൂടി വന്നപ്പോൾ ഇവിടെ 5 പേരായി അല്ലേ? എന്നാൽ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? എന്താ പറഞ്ഞാൽ, ആദ്യം 4 പേർ ചേർന്ന് 9 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 4 ദിവസത്തിന് ശേഷം, അതായത് 9 ദിവസത്തിലെ 4 ദിവസം പോയി, ബാക്കി എത്ര ദിവസം ഉണ്ട്, 5 ദിവസം. അതായത് 4 പേർ ചേർന്ന് 5 ദിവസം കൊണ്ട് ചെയ്ത് തീരേണ്ട ജോലി ഒരാൾ കൂടി വരുന്നു. 4ൻ്റെ കൂടെ ഒരാൾ കൂടി വന്നപ്പോൾ 5 പേരായി അല്ലേ? 4 പേർ 5 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി ഒരാൾ കൂടി വന്നു, 5 പേരായി. 5 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം 5ൽ നിന്നും കുറയും അല്ലേ? ഇവിടെ ആളിൻ്റെ എണ്ണം കൂടിയാൽ ഇവിടെ എന്ത് ചെയ്യും, ആളിൻ്റെ എണ്ണം കുറയും. ഇത് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കി ഉടനെ ഡയറക്റ്റ് ഗുണിച്ചോണം. എത്ര, 4 × 5 അല്ലേ? 4 × 5 = 5 × x, 5 × x. അതായത് x = 4 × 5 ഡിവൈഡഡ് ബൈ 5. 5 5 ക്യാൻസൽ ചെയ്ത് ബാക്കി എത്ര കിട്ടി നമുക്ക്, 4 എന്ന് കിട്ടി. ഓപ്ഷൻ സി. മനസ്സിലായോ പറഞ്ഞത്? ഇനി അതല്ല, ഇക്വേഷൻ വെച്ചാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പറയാം, 4 പേർ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, 4 പേർ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 5 പേർ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇക്വേഷൻ എന്തോ, M1D1 = M2D2. M1D1 = M2D2. M1 എന്ന് പറയുന്നത് 4 × D1 എന്ന് പറയുന്ന 5 = M2 എന്ന് പറയുന്ന 5 × D2 എന്ന് പറയുന്നത് നമുക്കറിയില്ല. D2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 4 × 5 ഡിവൈഡഡ് ബൈ 5. രണ്ടും സെയിം ആണല്ലേ? രണ്ടും സെയിം ഇക്വേഷനാണ്. 4 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇത് നമ്മൾ പ്രൊപ്പോർഷൻ വെച്ച് ചെയ്തു, ഇതിനകത്തുള്ള ഇക്വേഷൻ വെച്ച് ചെയ്തു. രണ്ടും സെയിം ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ മോഡൽ 10 ഈ വീഡിയോയിലെ ലാസ്റ്റ് മോഡലാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, എയ്ക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. എയ്ക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ ബി ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ എയ്ക്ക് അതിൻ്റെ ഇരട്ടിയായ 2 ജോലി ചെയ്യാം. മനസ്സിലായോ? ബി ഒരു ജോലി ചെയ്താൽ എയ്ക്ക് അതിൻ്റെ 2 ജോലി ചെയ്യാൻ കഴിയും. അതാണ് ഇരട്ടി എന്ന് പറയുന്നത്. 2 പേരും കൂടി ഒരു ജോലി ചെയ്യാൻ, 2 പേരും കൂടെ എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 7 ദിവസം എടുക്കുമെങ്കിൽ തീർത്തെങ്കിൽ ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ഓക്കെ, പറഞ്ഞ് മനസ്സിലായോ? എന്താ പറഞ്ഞാൽ, ബിക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. ബി എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി ജോലി ആർക്ക് ചെയ്യാൻ സാധിക്കും? എയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഇനി 2 പേരും കൂടെ ചേർന്ന് 7 ദിവസം കൊണ്ടൊരു ജോലി തീർന്നെങ്കിൽ ബി മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം നമുക്ക് ഇവർ തമ്മിലുള്ള അംശബന്ധം നോക്കാം. ഇത് എയും ബിയും ചെയ്യുന്ന ജോലി തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? A:B എന്ന് പറയുന്നത് എത്ര കിട്ടും? 2:1 എന്ന് പറയാം. ഓക്കെ, A:B എന്ന് പറയുന്നത് 2:1 എന്ന് പറയാം. കാരണം എന്താ പറഞ്ഞേക്കുന്നത്, എ ബിയുടെ ഇരട്ടി ജോലി ചെയ്യും. എന്ന് വെച്ചാൽ ബിയുടെ ജോലി 1 ആണെങ്കിൽ എ എന്ത് ചെയ്യും? അതിൻ്റെ ഇരട്ടിയായ 2 ചെയ്യും, ഇരട്ടി ജോലി ചെയ്യും. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ബി ഒരു ജോലി ചെയ്താൽ അതിൻ്റെ ഇരട്ടി ജോലി എ ചെയ്യും. അതായത് A:B എന്ന് പറയുന്നത് നമുക്ക് 2:1 എന്ന് എടുക്കാം. 2:1. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? ഇനി നമുക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം 2 + 1 3 ജോലി ചെയ്യും. 3 ജോലി ഒരു ഡേ ചെയ്യും. 3 ജോലി എന്ത് ചെയ്യും? 3 ജോലി പെർ ഡേ. ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും. ഒരു ദിവസം 2 പേരും കൂടെ ചെയ്താൽ 3 ജോലി ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എയും ബിയും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിച്ചു അല്ലേ? നമുക്കറിയാം
ബി ഒരു ജോലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആര് ചെയ്യും? എ ചെയ്യും. അതായത് അംശബന്ധം 2:1 ആണ്. ഇനി എയും ബിയും കൂടെ ചേർന്ന ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 2 + 1 3 ജോലി. എന്ന് വെച്ചാൽ ഈ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുക, 3 ജോലികൾ ഒരു ദിവസം അവർ ചെയ്യും അല്ലേ. ഇനി എന്താ നമ്മുടെ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബി മാത്രമായി എത്ര ജോലി ചെയ്യും? ബി മാത്രമായി ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എയും ബിയും കൂടെ ചേർന്നാൽ എത്ര ജോലി ചെയ്യും? 7 ജോലി ചെയ്യും. അതെ, 7 × എയും ബിയും കൂടെ ചേർന്നാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 3. ഓക്കെ, ഇത്ര എഴുതിയാൽ മനസ്സിലായോ എന്താ പറഞ്ഞത്? എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി ഇൻറ്റു അല്ലെങ്കിൽ എയും ബിയും കൂടെ 7 ദിവസം കൊണ്ടാണ് തീർക്കേണ്ടത് അല്ലേ. അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 7 ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 7 × 3 ചെയ്യണം. ഇനി ബിയുടെ വാല്യൂ എത്ര ആണോ? ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബിയുടെ വാല്യൂ ഇവിടെ എത്ര? 1. ആ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ എന്താ ചെയ്തത്? എയും ബിയും കൂടെ ഈ ജോലി ചെയ്യാൻ എത്ര സമയം എടുക്കും? 7 ദിവസം എടുക്കും അല്ലേ. അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന 3 ആണെങ്കിൽ 7 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന 7 × 3 ആയിരിക്കും. 7 × 3. ഇനി അതേ ഡിവൈഡഡ് ബൈ ബിയുടെ അംശബന്ധം എത്ര? 1 ഡിവൈഡഡ് ബൈ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് 21 ദിവസം എന്ന് കിട്ടും. 21 ദിവസം. ഓക്കെ ആണോ പറഞ്ഞത്? പറഞ്ഞാൽ മനസ്സിലായോ എന്താ ചെയ്തത്? ആദ്യം എയും ബിയും തമ്മിലുള്ള അംശബന്ധം നമ്മൾ കണ്ടുപിടിച്ചു. അതിനായിട്ട് അവർ പറഞ്ഞു ബി ഒരു ജോലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ജോലി ആര് ചെയ്യും? എ ചെയ്യും. അതായത് A:B എന്ന് പറയുന്നത് 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 2 + 1 3 ജോലിയാണ്. 3 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. പക്ഷേ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന എത്ര ദിവസമാണ്? 7 ദിവസം. അങ്ങനെ 7 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്തുവാ? 7 × 3 ഡിവൈഡഡ് ബൈ ബിയുടെ ജോലിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ബി ഡിവൈഡഡ് ബൈ 1 കൊടുത്തു. ഓക്കെ, 21 എന്ന് കിട്ടി. 21 ദിവസം എടുക്കും ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ. പറഞ്ഞ് മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ദേ നോക്കിയേ, എക്ക് ബിയുടെ 3 ഇരട്ടി ജോലി ചെയ്യാൻ കഴിയും. എക്ക് ബിയുടെ 3 ഇരട്ടി എന്ന് വെച്ചാൽ ബി ഒരു ജോലി ചെയ്താൽ എ എന്ത് ചെയ്യും? അതിൻ്റെ 3 ഇരട്ടി ചെയ്യും. അതായത് എ ഒരു ജോലി ചെയ്താൽ അതിൻ്റെ 3 ഭാഗം ആര് ചെയ്യും? അല്ലെ 3 ഇരട്ടി ആര് ചെയ്യും? 3 × 1 എ ചെയ്യും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ A:B നമുക്ക് എങ്ങനെ എഴുതാം? A:B എന്ന് പറയുന്നത് 3:1 ആണ്. 3:1 ആണ്. A:B നമുക്ക് എങ്ങനെ എഴുതാം? 3:1. അങ്ങനെയാണെങ്കിൽ പറയാം, നമുക്ക് എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 + 1 4 ജോലി ചെയ്യും അല്ലേ. ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 4 ജോലി ഒരു ദിവസം ചെയ്യും. 4 ജോലി ഒരു ദിവസം ചെയ്യും. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? ഇനി നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 8 ദിവസം എടുക്കുമെങ്കിൽ എക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്ക് മാത്രമായിട്ട് ആ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം = 8 അല്ലേ. രണ്ടുപേർക്കും കൂടെ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 ആണ്. 8 × ഒരു ദിവസം അവർ ചെയ്യുന്ന ജോലി കണ്ടുപിടിച്ചായിരുന്നു 4 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ എന്താണോ? എയുടെ വാല്യൂ എത്ര? 3. എയുടെ വാല്യൂ 3. ആ 3 കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യും. 8 × 4 32 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. 32/3 ദിവസം എടുക്കും. 32/3 ദിവസം. ഇവിടെ ക്വസ്റ്റ്യനകത്തിൽ ചെറിയ തെറ്റുണ്ട്. 8 ദിവസമല്ല, ഇവിടെ 9 ദിവസമായിരുന്നു വരേണ്ടത്. 9 ദിവസം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് 9 × 4 36 ഡിവൈഡ് ബൈ 3 12 ദിവസം എന്ന് കിട്ടും. അതാണ് ഓപ്ഷനിൽ കിടക്കുന്ന ആൻസർ, 12 ദിവസം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഈ വീഡിയോയിൽ 5 മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 5 ഡിഫറെൻറ്റ് മോഡലാണ്. അതിൽ ലാസ്റ്റ് മോഡൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ അനുപാതത്തിനകത്ത് ചെയ്താണ്. വീഡിയോ നല്ല വൃത്തിയായിട്ട് കാണുക, മനസ്സിലാക്കുക, പഠിക്കുക.